ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തക്കാളി മുളക് എന്ന് പറയും. ഇത് ഞാൻ ആദ്യമായിട്ട് നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ മുളകാണ് കേട്ടോ. ഈ മുളക് നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. മുളക് തന്നെ ഒരുപാട് വെറൈറ്റി മുളകുകളുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ കണ്ടു നോക്കുക. ഈ തക്കാളി മുളക് എല്ലാം പഴുത്ത് പാകമായി നിൽക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഈ മുളക് ഒരുപാട് വിളവ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞാൽ ചെടിയെ വീണ്ടും കരുത്തോടെ വളർത്താനും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ മുളകുകൾ ഉണ്ടാകാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നന്നായി വിളഞ്ഞതും പഴുത്തതുമായ മുളകുകൾ ആദ്യം പറിച്ചെടുക്കും. അപ്പോൾ ഇതൊക്കെ പക്ഷികളൊക്കെ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇതിൽ വെച്ചാൽ നമുക്ക് ബാക്കി ഒറ്റൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതൊക്കെ വിളവെടുക്കുകയാണ്. മുളക് ചെടിയിൽ നിന്ന് വലിച്ചു പറിക്കരുത്. ഇത് ചില്ലകൾ ഒടിയാൻ കാരണമാകും. ഞെട്ടോടെ മുറിച്ചെടുക്കുക. രണ്ടാമത്, വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം കമ്പ് കോതൽ, അതായത് പ്രൂണിങ്. വിളവെടുപ്പ് കഴിഞ്ഞ ഉടൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്, പ്രൂണിങ്. അതുപോലെ കമ്പുകൾ മാറ്റുക. ചെടിയിലെ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ഇലകളും കമ്പുകളും ഒക്കെ മുറിച്ചു മാറ്റുക. അതുപോലെ തലപ്പ് നുള്ളിക്കൊടുക്കുക. ചെടിയുടെ മുകൾ ഭാഗത്തെ പ്രധാന കമ്പുകളുടെ തലപ്പ് ചെറുതായി മുറിച്ച് വിടുക. ഇത് പുതിയ ശാഖകൾ വരാൻ സഹായിക്കും. എത്രത്തോളം പുതിയ ശാഖകൾ വരുന്നോ അത്രത്തോളം കൂടുതൽ മുളക് അടുത്ത തവണ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ മുളക് ചെടി തന്നെ മുരടിപ്പും കുരുടിപ്പൊക്കെ വന്ന് പറ്റ നശിച്ചു പോയ ഒരു ചെടിയായിരുന്നു. എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ കമ്പൊക്കെ പ്രൂൺ ചെയ്ത് വിട്ടു. നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇത് വീണ്ടും പുതിയ തളിർപ്പുകളും പുതിയ ശാഖകളും ഒക്കെ ആയി നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ ചാരവും മഞ്ഞളും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ വെള്ളീച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി. അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വീണ്ടും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി തുടങ്ങി. പിന്നെ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ജൈവവളങ്ങൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേരുകൾക്ക് കേടുപാട് വരാത്ത രീതിയിൽ മുകളിലെ മണ്ണ് വേണം ഇളക്കാൻ. ഇത് വേരുകളിലേക്ക് ഓക്സിജൻ ഇറങ്ങാൻ സഹായിക്കും. അപ്പോൾ വളമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാരവും ചാണകപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കുക. ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ നമ്മുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് തണ്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് വളം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോഴൊക്കെ മുളക് ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഇളക്കി ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുളക് നല്ല കരുത്തോടെ തന്നെ വളർന്ന് അതിൽ നിന്ന് നമുക്ക് വേണ്ടതായ മുളകുകളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ വളങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് മണ്ണില്ലെങ്കിൽ മണ്ണ് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലിഷ്ടം പോലെ മണ്ണുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഈ വളവും മണ്ണും നല്ലപോലെ ഇളക്കി കൊടുത്ത് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണിത്. ഇതിൻ്റെ ഈ തലഭാഗമൊക്കെ നുള്ളി കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് പുതിയ പുതിയ ശാഖകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി മുളകിന് മാത്രമല്ല എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ
പുളിപ്പിച്ച കഞ്ഞി വെള്ളത്തിൽ ഒരു പിടി ചാരം ചേർത്ത് നേർപ്പിച്ച് അതും ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലുള്ള ദ്രാവക വളങ്ങളൊക്കെ മാറി മാറിയൊക്കെ മുളകിന് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ തന്നെ പുതിയ ഇലകളൊക്കെ വരുമ്പോൾ ഇലപ്പേന്, വെള്ളീച്ച എന്നിവ വരാൻ സാധ്യതയുണ്ട്. ആഴ്ചയിലൊരിക്കൽ വൈകുന്നേരങ്ങളിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്തു കൊടുക്കുക. ഇത് ഇല ചുരുട്ടൽ രോഗം വരുന്നത് തടയും. ഈ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ തക്കാളി മുളക് ചെടി പെട്ടെന്ന് തന്നെ വീണ്ടും തഴച്ചു വളരുകയും കൂടുതൽ മുളകുകൾ തരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ മുളകുകൾ നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.